നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ശനി മാറ്റത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ ശനി മാറ്റത്തിന് ഇനി ഒരുപാട് ദിവസമുണ്ട്. 2025 മാർച്ച് മാസം 30 ശനി മാറുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് നേരത്തെ ശനി മാറ്റത്തെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണം. കാരണം എൻ്റെ ചാനലിലെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ മുന്നേ കൂട്ടി അറിയട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഈ ശനിയുടെ മാറ്റം, ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി, ഇങ്ങനെ 3 രീതിയിൽ ശനി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും പ്രകൃതിയിൽ. ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനി ഒരാളിൻ്റെ കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ്. നമ്മളുടെ കർമ്മഫലത്തെ കുറയ്ക്കാൻ വേണ്ടി, കർമ്മഫലമാണല്ലോ നമുക്ക് ജന്മത്തിന് കാരണമായി ഭവിക്കുന്നു എന്നതാണ് പരമസത്യം. നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മഫലങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം. അപ്പോൾ ഈ കർമ്മഫലങ്ങളെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാനുള്ള ശക്തി ശനിക്കുണ്ട്. അതുകൊണ്ടാണ് ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. അതുകൊണ്ടാണ് ശനിയുടെ മാറ്റം, അത് 2.5 വർഷത്തിലൊരിക്കൽ മാത്രമേ ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. 2.5 വർഷക്കാലം എടുക്കും. നമുക്ക് ഓരോ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നോക്കാം. പ്രധാനമായിട്ട് മേടരാശി. മേടരാശിപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്രം, അതുപോലെ ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം, കാർത്തിക കാലുമായി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം, അതായത് 2025 മാർച്ച് മാസം 30 നിങ്ങൾക്ക് ഏഴരാണ്ട ശനി ആരംഭിക്കുകയാണ്. കണ്ടകശനിയൊന്നുമല്ല, ഏഴര ശനി. 7.5 വർഷക്കാലമുണ്ട് ഏഴര ശനി. നമുക്ക് ഏത് ദശ നടന്നാലും, എത്ര കണ്ട് നല്ല ദശകൾ നിന്നാലും ശനിയുടെ പ്രവർത്തനം സാരമായി ബാധിക്കാതെ വിടത്തില്ല ആരെയും. പിന്നെ ശനി ജാതകത്തിൽ ഉച്ചത്തിലോ അതുപോലെ നല്ല ക്ഷേത്രങ്ങളിലോ നിന്നാൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുമെന്ന് മാത്രം. പക്ഷേ ശനി ഉപദ്രവിക്കാതെ വിടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയണത്, ഏഴര ശനി വരാൻ പോവുകയാണ് മേടരാശിക്കാർക്ക്. ഇപ്പോൾ 2-ൽ വ്യാഴം നിൽക്കുകയാണ്. വ്യാഴം അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്തിനകത്ത് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. എന്തെങ്കിലും തുടങ്ങിയൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് അനുകൂലപ്രദമായ സമയമാണ്. കാരണം ഏഴര ശനി വരാൻ പോവുകയാണ്. ഏഴര ശനിയുടെ ആദ്യത്തെ 8 മാസക്കാലമാണ് ഏറ്റവും മാരകമായ സമയം. ശനി വരുന്ന ആദ്യത്തെ 8 മാസക്കാലം, അതായത് മാർച്ച് മാസം തൊട്ട് 2025 മാർച്ച് തൊട്ട് 2025 നവംബർ മാസം വരെ വരുന്ന 8 മാസക്കാലം വളരെ ദോഷപ്രദമായ സമയമാണ്. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് പോവേണ്ട സമയം തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിനുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ 8 മാസക്കാലം നിങ്ങൾ മാറ്റി വയ്ക്കണം. അതുകൊണ്ടാണ് അഡ്വാൻസായിട്ട് നിങ്ങളെ അറിയിക്കണേ. കാരണം ഈ ശനി ഇങ്ങനെ വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ അത് ദോഷപ്രദമായി കലാശിക്കും. എല്ലാ കാര്യങ്ങളെയും മന്ദീഭവിക്കും. ശനി സഞ്ചരിച്ചിന് എവിടെയാണ്? ശനി കൂറിൻ്റെ 12ലേക്ക് സഞ്ചരിച്ചെത്തുകയാണ്. 12ാം ഭാവം എന്ന് പറയുമ്പോൾ വ്യയസ്ഥാനത്തേക്ക് ശനി വരികയാണ്. അപ്പോൾ എന്തെയും വ്യയം ഉണ്ടാക്കും, പ്രധാനമായി ധനവ്യയം വരുത്തും, സാമ്പത്തിക നഷ്ടത്തെ കൊടുക്കും, ശരീരവ്യയം, ശാരീരിക അസ്വസ്ഥത വരുത്തും, അതുപോലെ എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തും, മനസ്വസ്ഥത കുറവ് വരും, ടെൻഷൻ കൂട്ടും. അതുപോലെ
അസുഖവും അസ്വസ്ഥതയും അപകടങ്ങളും വർദ്ധിക്കാനിടവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോകണം മേടരാശിക്കാർ. 7 ശനി വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ശനിയുടെ നെഗറ്റീവ് ദോഷം 3 ഘട്ടങ്ങളായിട്ട് 2.5, 2.5, 2.5 അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് ആണ് 7 ശനി നിങ്ങളെ ആക്രമിക്കപ്പെടുന്നത്. ആ 7 ശനിയുടെ 3 ഘട്ടങ്ങളിൽ ആദ്യ ഘട്ടം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഉപദ്രവിക്കുമെങ്കിൽ രണ്ടാമത്തെ 2.5 വർഷക്കാലം ശാരീരികമായിട്ടായിരിക്കും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക. മൂന്നാമത്തെ 2.5 വർഷക്കാലം കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കും. പാദശനി. അപ്പോൾ 12 കണ്ഠശനി, ജന്മശനി, പാദശനി, ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ശനി നിങ്ങൾക്കിതാ വരാൻ പോണേ. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തെ 3 ഘട്ടങ്ങളും നല്ലതല്ല എങ്കിലും ആദ്യ ഘട്ടമാണ് ഏറ്റവും സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലഘട്ടമായതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ചെയ്യുകയോ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസായിട്ട് നിങ്ങൾ നേരത്തെ ചെയ്യുക. അതുപോലെ ശനി വന്നതിന് ശേഷമല്ല. ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനി വരുന്നതിന് മുമ്പേ തന്നെ ശനീശ്വരൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ വന്നു തുടങ്ങും. അത് നമ്മളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോഴേ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും സൂര്യഭഗവാനെ തൊഴുക. നമുക്കിതിന് ഏറ്റവും എളുപ്പ വഴി, ശനിയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി, നക്ഷത്ര ദേവനാണ് സൂര്യൻ. നവഗ്രഹങ്ങളുടെയും ദേവനാണ് സൂര്യൻ. മറ്റൊന്ന് ശനീശ്വരൻ്റെ പിതാവുമാണ് സൂര്യൻ. സൂര്യപുത്രനാണ് ശനി. അതുകൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, അതുപോലെ സൂര്യഭഗവാനെ തൊഴണം. സൂര്യ ഭഗവാനെ തൊഴണം. അതാണ് ഏറ്റവും എളുപ്പ വഴി. അമ്പലങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ വീട്ടിനടുത്ത് അമ്പലമുള്ളവരും നാട്ടിൽ നിൽക്കുന്നവർക്കും ഒക്കെ മാത്രമേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ യഥാസമയത്ത് കഴിഞ്ഞെന്നിരിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. സൂര്യ നമസ്കാരത്തിലൂടെ നമുക്ക് ഈ ദോഷഭാവങ്ങൾ മാറ്റിയെടുക്കാം. അത് തന്നെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ശനിയുടെ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ആദിത്യ ഹൃദയ മന്ത്രം പൂജിച്ച് പഠിച്ച് പ്രാർത്ഥിക്കുക. ശനിയുടെ ദോഷത്തെ 50% നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഒരു ശനീശ്വര യന്ത്രം, ശനീശ്വരൻ ആരാണ്? ധർമ്മശാസ്താവ്. അപ്പോൾ ശാസ്തായന്ത്രം കെട്ടി നമുക്ക് ധന ആകർഷണ യന്ത്രം, ധനത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ധനപുഷ്ടി ഉണ്ടാവാൻ വേണ്ടി ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ്യം കെട്ടി ഒരു പ്രൊട്ടക്ഷനായിട്ട് പൊയ്ക്കൊള്ളുക. ഞാൻ അഡ്വാൻസായിട്ട് പറയണത്, എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് വൈകാതെ ഒക്കെ പൂർത്തീകരിച്ചോളുക. ആ ഒരു ഷോർട്ട് പീരീഡ് വെറുതെ ഇരിക്കുക. അപ്പോൾ എല്ലാ മേടരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കാതെ മറ്റ് സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.